ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഞങ്ങളിന്ന് വട്ടവട ട്രിപ്പ് പോയായിരുന്നു. ഇന്നല്ല, കുറച്ച് ദിവസം മുമ്പ് വട്ടവട ട്രിപ്പ് പോയായിരുന്നു, ഒരാഴ്ചയായി. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്തതിൽ അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടിയപ്പോൾ കുറച്ച് സമയം പിടിച്ച്. അപ്പം അങ്ങനെ എല്ലാം കൂടി കൂട്ടി ഇണക്കിയ ഒരു വീഡിയോ. ഇത് എൻ്റെ ഫസ്റ്റ് വ്ളോഗായിരിക്കും. അപ്പോൾ ഇതിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് വീഡിയോയിൽ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സഹിച്ച് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങളെല്ലാവരും കാണുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ മൂന്നാറ് വട്ടവടയിൽ വന്നേക്കാണ്. ഓഫീസിൽ നിന്ന് വന്നേക്കാണ്. ഓഫീസിലെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ട്രിപ്പ് വന്നേക്കാണ്. അപ്പോൾ ഞങ്ങളിത് ഒരു ട്രക്കിങ്ങിന് പോകണതാണ്. നമ്മളെവിടെ വെച്ചാൽ ട്രക്കിങ്ങിന് പോകുന്ന നമ്മളാണോ പോകുന്ന റൂട്ട്? വാളകുട എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 30 കിലോമീറ്റർ. ഫുൾ ഓഫ് റോഡാണ്. ഫുള്ളി ഓഫ് റോഡാണ്. അപ്പത് നമ്മള് സ്റ്റില്ലായിട്ട് പിടിക്കണല്ലേ ക്യാമറ. നിങ്ങളെന്താണിത്? നിങ്ങളെ യൂട്യൂബിൽ വീഡിയോസ് കാണാറില്ലേ? നിങ്ങളെന്താണ് ഇങ്ങനെ കഥ പറയണ അല്ലേ? ഇവന്മാരെന്താണ് ഇങ്ങനെ അല്ല. നമ്മളിത് കൊണ്ടുവരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ അപ്പുറത്ത് വാങ്ങാൻ നമ്മുടെ ഫ്രണ്ടിലൊരു വണ്ടി, അത് നമ്മുടെ ആൾക്കാരാണ്. അതെ, ഫ്രണ്ടിലൊരു ചെറിയ വ്ളോഗറുണ്ട്. 1200 സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്ളോഗും. അപ്പൊ കൊള്ളാം. അതാണ് വ്ളോഗർ. അതെ, അവർ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളും ഇങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ തുടങ്ങിയിട്ട് ഒരു സ്പോട്ടിൽ ഞങ്ങൾ പോയി. അത് വെള്ളച്ചാട്ടം ഈ വേനൽക്കാലത്തിന്റെ വെള്ളമാണ്. അഭിമന്യൂടെ നമ്മുടെ അഭിമന്യു അറിയാവുന്ന ഒരു കമന്റ് അല്ലേ? ഇതിനൊക്കറിയാം അഭിമന്യു അറിയാം. പഴയ റോഡ് എസ്കേപ്പ് റോഡ് എന്ന് പറയുന്ന റോഡുണ്ട്. അത് റോട്ടേഷൻ വഴിയാണ്. ഇവിടെ നിന്ന് വേണമെന്നോട് കണ്ടിട്ട് ഫോട്ടോ എടുക്കും. ഞങ്ങളെ വേറൊരു സ്പോട്ടിലൊക്കെ അഭിമന്യൂടെ ഗ്രാമം നമുക്ക് ദൂരെ നിന്ന് വാച്ച് ചെയ്യാം അല്ലേ? എൻ്റെ പൊന്നെ, ഞങ്ങളുടെ സ്പോട്ടിൽ വന്നിരിക്കുന്ന നോക്കി. എൻ്റെ അളിയ ഫുള്ള് സെറ്റപ്പ്. പറ, എങ്ങനെയുണ്ട്? എവിടെ വെള്ളച്ചാട്ടം ഉണ്ട്? അതെ, നമ്മൾ ഈ വെള്ളച്ചാട്ടം കണ്ടു തീർത്തില്ല. ഏത് വെള്ളച്ചാട്ടം എന്നുള്ളത് ചോദിക്കരുത്. അതെ, ചെറുതായിട്ടല്ല, വലുതായിട്ട് നോക്ക്. നീ മേലോട്ട് നോക്ക്. നീ കണ്ടാ വലുതായിട്ടാ അല്ലേ? അതെ, സെറ്റല്ലേ? കന്നഡ മാറ്റിയപ്പോ കൊള്ളാട്ടോ. ചേച്ചി, എങ്ങനെയുണ്ട് പ്രകൃതി ഭംഗി കാര്യങ്ങള്? അടിപൊളിയായിട്ടുണ്ട് അല്ലേ? കൊള്ളാല്ലേ? ബാക്കി കൂടി എടാ, നമ്മുടെ മറ്റേ അർജുന്റെ വീടാന്ന് പറയണ്ട ഇവിടെ. നമ്മുടെ അർജുന്റെ. അതെ, ജീപ്പിൽ പോകുമ്പോ ഒരു ഫൈറ്റ് ഉണ്ടാവും. ജീപ്പിൽ ആ സീനൊക്കെ അവിടെ വെച്ചെടുക്കാം. മുകളിൽ ആ ജീപ്പ് ഓടിക്കുന്ന പച്ച സീറ്റ് ഇട്ടിട്ട് ഒരു റിസോർട്ടില്ല. അതിന്റെ ചെറിയ സൂം ചെയ്യാൻ പറ്റൂല, എന്നാലും ഇതാ കാണാനാണ് സ്ഥലം കേട്ടോ.
ആ കാണണത്തില്ല. പിന്നെ അതിൽ കുറേ ഷോർട്ട് ഫിലിമൊക്കെ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് വന്ന് എടുത്തുകൊണ്ടിരിക്കുക. ആ അപ്പം അങ്ങനെ നമ്മൾ ഈ സ്പോട്ട് കണ്ടിട്ട് നമ്മൾ വീണ്ടും അതെ അതെ നമ്മൾ കയറാം. അതെ 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 അതെ. അപ്പൊ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകണം അല്ലേ? അതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോണാണ്. അല്ല അടുത്ത സ്പോട്ട് എവിടെയാണ്? സ്പോട്ട് വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റ്. ആ ഇവിടുന്ന് ടോപ്പിൽ പോവാം. ടോപ്പിൽ പോകും അല്ലേ? വളത്തോട്ട് വ്യൂ പോയിന്റ് എന്ന് പറയും. ആ വളത്തോട്ട് വ്യൂ പോയിന്റ്. വളത്തോട്ട് വ്യൂ പോയിന്റ് അല്ലേ? വളത്തോട്ട് വ്യൂ പോയിന്റ്. ഇവിടുന്ന് ഒരു 5000 ഉയരത്തിലുള്ളതാണ്. ഓ ഓ ഓ. അതിന്റെ വ്യൂ പോയിന്റ് അതിന്റെ മുകളിലെ ആനമുടി പൂറം. ആനമുടി കേട്ടിട്ടുണ്ടോ? ആനമുടി കേട്ടിട്ടുണ്ട്. നമ്മുടെ വ്യൂ പോയിന്റിന്റെ മുകളിലെ ആനമുടി പൂറം. ഓക്കെ. അത് നമ്മളിങ്ങനെ ഓരോ അടിവെച്ച് പോണ പോലെ അല്ലേ? നമ്മളിങ്ങനെ ഓരോ അടിവെച്ച് പോണ പോലെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അതെ നിലത്തുണ്ടോലെ നമ്മൾ ചാടി തെറിച്ച് അല്ലേ? അല്ലേ? തുള്ളി നമ്മൾ തുള്ളിയാണ് കഴിച്ചത് അല്ലേ? ആടിയോലുണ്ട്. ആടിയോലുണ്ട് അല്ലേ? ആടിയോലും പോയിക്കൊണ്ടിരിക്കണേ അല്ലേ? അയ്യോ ഞാൻ നിങ്ങളെ ഇവിടുത്തെ ഭംഗി കാണിച്ചില്ല. ഭംഗി കാണിക്കാൻ നിന്നപ്പോഴത്തേക്കും കണ്ട നീല അല്ല സോറി പച്ച കളറ് സാധനം. കൈസവര് നോക്കണം നമുക്ക് പ്ലാൻ ചെയ്യാം കോച്ചാണ്. പ്ലാൻ ചെയ്യാം. അവരിതേ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കണം. അതിന്റെ ഒരു മിനിമം സ്പീഡിൽ നമ്മളും പോയിക്കൊണ്ടിരിക്കണം. കാടൊക്കെ നയിച്ച് വന്യത ഭയങ്കര വന്യത അല്ലേ കാടൊക്കെ അല്ലേ? ഇവിടെ രാത്രി ആനയും മറ്റേ ചക്കക്കൊമ്പൻ അറിയാൻ പാടില്ല. അരിക്കൊമ്പൻ ചക്കക്കൊമ്പൻ. അത് ആദ്യപ്പെട്ട ടീമുകളൊക്കെ ഈ വരുന്നതാ തോന്നണം കേട്ടാ. അങ്ങനെ നമ്മളേതോ ഒരു നിരപ്പായ പ്രദേശം പോലത്തെ ഒരു സ്ഥലത്ത് നമ്മളെത്തി. ആ മരത്തടിക്ക് വരെ ഭംഗി നോക്കിയേ അല്ലേ? ആ യൂക്കാലി മരങ്ങള് വെട്ടി പിരുത്തിട്ടേക്കണാണ് പക്ഷേ കണ്ട അല്ലേ? കാണണ്ടല്ല അതെ. ഇത് യൂക്കാലി ഒന്നല്ല. ഇവിടുത്തെ സെറ്റപ്പെന്നറിയോ? ആദ്യം പോയി യൂക്കാലിയൊക്കെ വേണ്ടി നിരത്തും. സ്ഥലമൊന്നുമല്ല. ഇതെനിക്ക് പറയണം. ഇവിടെ സ്ഥലമൊന്നുമല്ല. സ്ഥലം പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ വീടിനൊക്കെ വെച്ച് ഇവിടെ സെറ്റാവും. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇവിടെ അത്യാവശ്യം പിള്ളേക്കല്ലേ താലിവരും കാട് തരത്തിലും അങ്ങനെയൊക്കെ അല്ലേ ഇവിടെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അല്ലേ? നമുക്ക് സ്ഥലം പിന്നെ സ്ഥലമാണ്. വണ്ടി ചവിട്ടി കയറ്റുമ്പോഴത്തേക്ക് മൈക്ക് എടുത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഭയങ്കര നോയ്സ് കൂടുതല. നോക്കിയേ ഇതിന്റെ സ്ഥലമല്ലേ? ഓ സത്യം പറഞ്ഞു കഴിഞ്ഞാ ട്രക്കിന് പോകാൻ തീരെ ആർക്ക് താല്പര്യം ഉണ്ടായില്ല അല്ലേ? പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നമുക്ക് ഒരു ചെറിയൊരു അപകടങ്ങൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചതിനെ കുറിച്ച് അങ്ങനെ നിന്നപ്പോഴത്തേക്ക് നമ്മളൊന്ന് മടിച്ച് ഞങ്ങളുടെ കൂടെയുള്ള 2 സാറന്മാർക്ക് തിരിച്ചു പോകാൻ അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകാന്നുള്ളൊരു കാര്യം കൊണ്ട് അവർക്ക് പോകേണ്ടി വന്ന് അതിനിടയ്ക്ക് ഒരു കൊച്ചിന് തല പൊട്ടി. അപ്പൊ ആകെ വണ്ടി വന്ന് നിൽക്കണപ്പോൾ ഞങ്ങൾക്ക് പോകണമെന്ന് നമുക്ക് താല്പര്യം ഉണ്ടായില്ല അല്ലേ? അങ്ങനെ പിന്നെ ഞങ്ങള് എന്നാ പിന്നെ മനസ്സോട് കൂടി അല്ലേ? അതാണ് വാക്കതാണ്. മനസ്സോടുകൂടി ഞങ്ങള് ഇറങ്ങിയെങ്കിലും നമ്മളിപ്പോ തെറ്റാണ് അല്ലേ? തെറ്റാണ്. അതെ. വില്ലേജ് ടവർ കാണുന്നുണ്ട്. ഇതാണ് ട്രൈബൽ ഏരിയ എന്നാണ് പറയണത്. ആ വഴി പോയാൽ കാന്തല്ലൂർ മരയൂർ പോവാം. ഇവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട്. കാന്തല്ലൂർ കേട്ടിട്ടുണ്ടോ? കാന്തല്ലൂർ ആപ്പിൾ കൃഷി മരയൂർ സർക്കര ചന്ദനമരങ്ങളൊക്കെ അതിന്റെ പുറകെ ഈ വഴി തന്നെ പോകും. ഈ വഴി പോയാൽ 12 കിലോമീറ്റർ. ചുറ്റി പോയാൽ ഇവിടുന്ന് 100 കിലോമീറ്റർ കാന്തല്ലൂരിനൊക്കെ.
ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അലോഡല്ല. ഓ ഈ വഴി പോയാൽ ഞങ്ങൾ നടന്നു പോകും, വണ്ടി പോകും. മാക്സിമം ബോർഡർ വരെ പോയിട്ട് അവിടുന്ന് നടന്നു പോകും. കാന്തല്ലൂർ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ താളോട്ട് പോകുന്ന റൂട്ടാണ്. ഇത് താളൂർ റോഡ് വന്നിട്ടല്ലേ. ഓ ഇതാണ് കാന്തല്ലൂർക്ക്, ഇതാണ് കാന്തല്ലൂർ റൂട്ട് അല്ലേ. ഇനി പോകുമ്പോൾ ഈ റോഡ് പട്ടികൾ പോകുമ്പോ ഒരു മരൊക്കെ പിടിച്ച് വാക്സിനേഷൻ അടിച്ചാണോ ഇനി ആർക്കറിയാം. പോകുന്ന റോഡ് ഡേഞ്ചർ. ആണോ? മുകളിലേക്ക് ആനമുടി ഫോറസ്റ്റ്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ? ഇത് ആനമുടി റൂട്ടിൽ പോകുന്ന റൂട്ടാണ്. ഇപ്പൊ ഉള്ള വീഡിയോ നിങ്ങൾ നോക്കണ്ട, ഇത് ഫുൾ ഷെയ്ക്കായിരിക്കും. കാരണം അങ്ങനത്തെ റോഡാണ് അല്ലേ. നമ്മള് ഇവിടെ തന്നെ നമ്മള് യാത്ര ചെയ്തോണ്ടിരിക്കണം അല്ലേ. ഇതൊക്കെ ടാർ ചെയ്തിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാവും അല്ലേ. അല്ല ഈ റോഡൊക്കെ ടാർ ചെയ്തിട്ട് വർഷങ്ങളായിട്ടുണ്ടാവില്ലേ. 10 കൊല്ലമായി. 10 കൊല്ലം കൊണ്ട് ഇങ്ങനെ ആയിപ്പോയല്ലേ. ടാറിന്റെ ഗുണം നോക്കിയ എന്റെ മോനെ നോക്കിയ കുഴി എന്റെ അറിയാ ആ കുഴി കണ്ടോ ടാറിന്റെ ഗുണം. അതെ ശരിയാണ്, വെള്ളമൊഴുകലുണ്ട്. അല്ല ഇവിടെയൊക്കെ നമ്മൾ എത്ര റോഡ് നന്നാക്കിയാലും കാര്യമില്ലെന്നുള്ളതാണ് അല്ലേ. ഇവിടെ നമ്മൾ എത്ര റോഡാണെങ്കിലും കാര്യമില്ല. ഡ്രൈവറാണെങ്കിൽ ഭയങ്കര ഡ്രൈവറാണ്. നമ്മുടെ ഡ്രൈവറാണെങ്കിൽ ഭയങ്കര ഡ്രൈവറാണ്. പറയാണ് പുള്ളി. റെക്കോർഡിംഗ് പറ്റി ഓണാക്കിയാണ്. റെക്കോർഡിംഗ് പറ്റി ഓണാണ്. അയ്യോ ഇതുകൊണ്ടാ ഇവിടെയൊക്കെ സമയങ്ങളില് കാട്ടുതീ വന്നിട്ട് ഇവിടെയൊക്കെ കണ്ട പറ്റിപ്പോയതാ. നോക്കിയോ എന്റെ പൊന്നെ. മരമൊക്കെ ഇവിടെയൊക്കെ എത്ര തണുപ്പാണെങ്കിലും മരങ്ങളൊക്കെ ഉണങ്ങിയിരിക്കണോ ഇത് അല്ലേ. എങ്ങനെ ഇവിടെ കത്തിപ്പോയേക്കണോണ്ടാ കാട്ടുതീയ. എന്റെ പൊന്നെ ഇങ്ങനെ കത്തിപ്പോവല്ലേ. നോക്കി എന്റെ മോനെ നോക്കി കത്തി കരിഞ്ഞിരിക്കണ നോക്കി. ഇത് നോക്കി സ്ഥലത്തേക്ക് ഇതൊക്കെ ടെറർ സ്ഥലമല്ലേ. ഇതൊക്കെ ടെറർ സ്ഥലമല്ലേ. ഓട് ഇറങ്ങി കിടക്കണ നോക്കി എന്റെ പൊന്നെ. നൈസ്. അതെ ഈ റോഡ് നോക്കിയേ, ഈ റോഡിന്റെ കുഴി കണ്ട, റോഡിന്റെ കുഴി കണ്ട. ഫുള്ള് അതെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാളെ കേൾക്കുമ്പോ നമ്മുടെ ഈ ഇന്ന് പോയേക്കുന്ന ആളെ അറിയും നമ്മ. അതെ 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 ഇതിന്റെ നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും. അതെ 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 ക്യാമറയിൽ നിങ്ങൾക്ക് എന്തോരം മനസ്സിലാവണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ വേറെ ലെവല് വ്യൂ ആണ്. ഇതിനിടയ്ക്ക് കുറച്ച് ചെടിയും പണ്ടാരവും എല്ലാം വന്ന് പോയി നശിപ്പിച്ച് ആ വ്യൂ നശിപ്പിച്ച്. കേട്ടാ നിങ്ങളൊക്കെ കാണിക്കല്ല വെച്ചാലോ. ഇനി കാണിച്ചാലേ അവിടെ ഒന്നും ഇല്ല കാണാൻ. കഴിഞ്ഞ് ഏടെ വട്ടവട ടൗൺ. നമ്മൾ ഇത്രയും ടോപ്പിൽ നമ്മളിപ്പോ എന്ത് വ്യൂ പോയിന്റാ? കളത്തോട്ട് വ്യൂ പോയിന്റ്. കളത്തോട്ട് 5000 അടി പൊക്കത്തിലേക്ക്. 5000 ഫീറ്റ് പൊക്കത്തോട്ട് മാക്സിമം. അതിന്റെ മുകളിലെ ആനമുടി. ആനമുടി. ആനമുടി ഫോറസ്റ്റ് എന്ന് പറയും. ഇത് നോക്കി ചേട്ടനൊക്കെ എങ്ങനെ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടാവും അല്ലെ. ചേട്ടനൊക്കെ സമ്മതിക്കണം. നോക്കി സ്കൂട്ടറിനല്ലേ സ്കൂട്ടറിനാ ആക്റ്റീവ റോഡ് ആക്റ്റീവ. പക്ഷെ എന്റെ പൊന്നെ അങ്ങോട്ട് എനിക്ക് പിടിക്കാൻ പറ്റാണ്. ഇവിടുന്ന് പിടിച്ചോ.
എല്ലാം ഭയങ്കര ഷെയ്ക്കായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഭയങ്കര കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് ടീമേ ഒരു രക്ഷയില്ലാത്ത കട്ടറാണ്. ട്രക്കിംഗ് എന്ന് പറഞ്ഞതാണ് സംഭവം ശരിയാണ്, എന്നാൽ പോലും പറയാനുള്ള പറയണമല്ലോ അല്ലേ. ഈ അടുത്ത സ്കൂട്ടർ ഏതാ വണ്ടി? അത് ബാറ്ററി വണ്ടിയാണ്, അല്ല ആക്റ്റീവ് തന്നെയല്ലേ. നോക്കാം നോക്കാം അടുത്തൊക്കെ. ആ ജൂപ്പിറ്റർ ജൂപ്പിറ്റർ ജൂപ്പിറ്റർ, അതെ 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 ജൂപ്പിറ്റർ. ഓ ഇവരൊക്കെ എങ്ങനെ, ഇവരൊക്കെ ഡെയിലി വണ്ടി ഓടിക്കായിരിക്കും. ഇവിടുത്തെ സർവീസ് സെന്ററൊക്കെ ഭയങ്കര ഇടങ്ങേറായിരിക്കും അല്ലേ. അല്ലേ ഒന്ന് ഓർത്ത് നോക്കി, ഇവിടുത്തെ വണ്ടിയൊക്കെ ഇടിച്ച് പൊളിച്ചായിരിക്കും കൊണ്ടുതന്നെ, വണ്ടി അടിയൊക്കെ ഇടിച്ച് അല്ലേ. അതെ എന്തായാലും രാത്രി കാലഘട്ടങ്ങളിൽ ഒരു പ്രോ ഡ്രൈവർമാരാണ് നടക്കൂല. ഒരു സമയം കഴിഞ്ഞാൽ നടക്കൂല ടീമേ. അങ്ങനെയല്ല, പബ്ലിക്കിന് 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 മനസ്സിലായോ? എൻ്റെ അമ്മേ അങ്ങനെ ഇവിടെ ചെറിയൊരു ചവിട്ടി കേട്ടേ. അതെ മറ്റേ വണ്ടി നമ്മുടെ മിസ്സായി പോയി അല്ലേ. അതെ 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 ലേറ്റായി. അതെ കോട ഇറങ്ങിയിരിക്കുന്നു. തണുപ്പുണ്ട് അല്ലേ, തണുപ്പില്ലെന്ന് പറയാൻ പറ്റൂല അല്ലേ. എടാ ഞാന് നമ്മൾ ആ ധൃതിപ്പുറത്ത് വന്ന് കയറിയല്ലേ, അപ്പൊ അതെ അങ്ങനെ മിസ്റ്റർ കനകന്റെ ഒരു ഡയലോഗ് കിട്ടി. ഇത് നമുക്ക് ഭാവിയിൽ കിട്ടുന്നതാണ് അല്ലേ. നമ്മുടെ അന്ത ടീംസ് ഇത് ഇന്ത വഴി ഇന്ത സ്ഥലത്ത് എന്റെ പൊന്ന് ടീമേ നോക്കിയേ. എന്താണ് ആശമേടം ഒക്കെ ഇവിടെ വ്യൂ ആസ്വദിച്ചോണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ബോട്ടിൽ ബൂത്ത്, ഇവിടെയും ബോട്ടിൽ ബൂത്ത് ഉണ്ടല്ലേ, വട്ടവട ഗ്രാമപഞ്ചായത്ത്. ഭയങ്കര തണുപ്പാ. തണുക്കണ്ട തണുക്കണ്ട കൊള്ളാല്ലേ. തണുപ്പ് ലേശം കൂടിയോ അല്ലേ? എന്തേ എന്തേ തണുപ്പ് കൂടിയോന്ന് ചെറിയൊരു സംശയം അല്ലേ. ശരത്ത് പുകയൊക്കെ വിടുന്നു. ഒന്നിട്ട് വിട്ട് ഇവരുടെയൊക്കെ പട്ടിയുടെയൊക്കെ ഒരു ഇത് കണ്ട, രോമം കണ്ട ഭയങ്കര അല്ലെ, ഭയങ്കര രോമം കൂടുതലാ പട്ടിക്ക്. കുറുക്കനെ പോലെ ഇരിക്കണല്ലേ ഇതിന്. ഇത് കുറുക്കനാണ് പട്ടിയാണ്? എനിക്കൊരു ഡൗട്ടുണ്ട്. കുറുക്കനല്ല, കുറുനരി പോലെ ഇരിക്കുന്ന പട്ടിയൊക്കെ. പക്ഷെ എൻ്റെ പൊന്നെ പട്ടിയൊക്കെ സർവൈവ് ചെയ്യണ്ടല്ലേ. നോക്കിയേ എൻ്റെ പൊന്നോ, ആ വ്യൂ നോക്കിയേ, വ്യൂ വേറെ വൈബ്, വ്യൂ വേറെ സെറ്റപ്പ് അല്ലേ. കുറച്ചുകൂടെ ആൾത്തോട്ട് പോട്ടെ. കൊള്ളാല്ലേ, ഭയങ്കര കാറ്റാട്ടോ ഇവിടെ. സിനിമ ഷൂട്ടിങ്ങാ അവിടെ എവിടെയോ സ്ഥലത്ത് ട്രാക്ക് കേൾക്കുന്നുണ്ട്. ട്രാക്ക് പിള്ളേർ ഓരോ ട്രാക്കിട്ട് പൊട്ടിക്കുന്നുണ്ട്. അവിടെ സൗണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കണം. നീ എവിടെ പോയി കിടക്കണം? നിന്നെ കാണാനില്ല. വീടല്ലേന്ന് മാറിക്കണം. നമ്മളെ ചവിട്ടി ഫോട്ടോ എടുക്കണോ? നിങ്ങൾ മാറിക്കണോ? യെസ് ഹട്ട് നോക്കിയേ, ഹട്ടിൻ്റെ അവിടെയുള്ള വ്യൂ നോക്കിയേ. പക്ഷെ ഇവിടെയൊക്കെ വേസ്റ്റ് ആട്ടാ, ഇരി കിടക്കണം കേട്ടോ. അവനടിക്കും എൻ്റെ മോനെ, സെറ്റപ്പല്ലേ. അതെ സാധനം ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നല്ലേ. ഒഴിച്ചടിച്ച അല്ലേ.
നല്ല തണുപ്പുണ്ടല്ലേ? അല്ലേ? ഇപ്പൊ എന്റെ ഭാഗ്യം അല്ലേ? ശരത്തെ തനിക്കാത്ത ഇയാൾക്ക് അഹങ്കാരം ഇല്ല. ഇയാള് ബുദ്ധിക്കാൻ ടൈം ആയപ്പോ തന്നെ നല്ല തണുപ്പായിട്ടാ. ടൈം എത്ര ആയിട്ടുണ്ടാവും? ടൈം എത്ര ആയിട്ടുണ്ടാവും? 4-5 മണിയൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? സമയം 6 മണിയായി. 6 മണിയായിട്ടാ. എന്തായാലും വേറെ ലെവല് കോടാനാട്ടാ, വേറെ ലെവല് തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടീമുകൾക്ക് തണുപ്പ് പറ്റണില്ല. അതുകൊണ്ടാ ഭയങ്കര തണുപ്പ് പറ്റണില്ല. നോക്കിയ ടൂറിസ്റ്റ് പ്ലേസിന്റെ അവസ്ഥ നോക്കിയ നിങ്ങൾ അല്ലേ? ഫുള്ള് വേസ്റ്റ് അല്ലേ? കംപ്ലീറ്റ് വേസ്റ്റ് അല്ലേ? ഇവിടത്തേക്ക് പഞ്ചായത്തുകാർ എന്താണോ ചെയ്യണം? നോക്കി ഈ സാധനം നോക്കിയേ. നോക്കിയേ ഈ എന്റെ വീഡിയോയില് നോക്കിയേ. വേറെ വ്യൂ അല്ലേ? നോക്കിയേ സെറ്റപ്പ് അല്ലേ? അങ്ങോട്ട് അങ്ങോട്ട് നോക്കിയേ. കത്തിച്ചിട്ട് പോകാവുന്ന പോലെ ഉണ്ട്. അതല്ലേ? അതെ, അവിടെ കത്തിച്ചിട്ട് പോകാവുന്ന പോലെ ഉണ്ടല്ലേ? ഇത് വേറൊരു വ്യൂ അല്ലേ? നമ്മൾ കറക്റ്റ് നമ്മൾ ഭയങ്കര മഞ്ഞത്താടെ നോക്കണം. നമ്മുടെ തലക്ക് മേളിലൊക്കെ മഞ്ഞാണ് നോക്കിയേ. എന്റെ പൊന്നെ, ജാക്കറ്റിലൊന്നുമില്ല. ഐസായിട്ടിരിക്കണം എല്ലാവരും ഫുൾ ഐസായിട്ടിരിക്കണം. ഒരു രക്ഷയില്ല. എൻ്റെ അമ്മേ, ഇറങ്ങട്ടെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കേട്ടോ. ഈ പട്ടി നോക്കി, ഈ പട്ടിക്ക് എത്ര കൂടുതലും മറ്റേ നേരത്തെ നമ്മളെ കുറുമരിയാവല്ലോ ഉണ്ടായിരുന്നു. ഡൗട്ടുണ്ട്. തണുപ്പ് കൂടിയിട്ട് നമ്മളോരോ കട്ടടിക്കാനുള്ളൊരു മൈൻഡില് കട്ടടിക്കാനുള്ള. എൻ്റെ അമ്മേ, ചൂടൊന്നും ഇല്ല, എന്നാലും ചൂടുണ്ട് അല്ലേ? സാധനത്തെ അല്ലെ ചൂടുണ്ടെങ്കിലും ചൂട് ഫീൽ ചെയ്യണല്ല അല്ലേ? ശരത്തോടെ മേളിലേക്കുണ്ട്. അയാള് ഭംഗി ആസ്വദിക്കണം. അവിടെ എൻ്റെ അമ്മേ, തണുപ്പ് സീനാട്ടാ. പട്ടി സീൻ അല്ലേ? ചായ കൊള്ളാം. ചായല്ല, കാപ്പി, കട്ടൻ കാപ്പി. അതെ, ഒരു കട്ടൻ കാപ്പി അടിച്ച് നമ്മള് ഇവിടെ നിക്കണ്. ചെറുതായിട്ട് കട്ടൻ കാപ്പി അടിച്ചിട്ട് തിരിച്ചു പോകാനാണോ അതൊക്കെ അവര് ഇനി ഉണ്ടെന്ന് തോന്നണം, എനിക്കറിയില്ല. ഞാൻ പറയണതേ, ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു സമയത്ത് കണ്ടിട്ട് വലിയ നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. കുളിരുന്നു. അതെ, ടൈം ലാപ്സിലിട്ട് കുറച്ചു നേരം കൂടെ കിട്ടണം. ടൈം ലാപ്സിലൊക്കെ എടുക്കണല്ലോ, നമുക്ക് അതൊക്കെ ആഡ് ചെയ്യാനാ. അല്ലെ, എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഞങ്ങൾ എടുത്തേക്കണ സ്റ്റേ കോറിൽ എല്ലാവരും വന്ന് കുഴപ്പമില്ല, നല്ല സ്റ്റേ ആണ്. അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ പോകണം. നമ്മളവിടെ ഗ്രില്ലടിക്കുന്നുണ്ട്, ഗ്രില്ലങ്ങോട്ട് പോവാം. ഇല്ല, വേറെ ടീം അതെ സെറ്റ് ചെയ്തോണ്ടിരിക്കണേ. അതെ, നമ്മള് സെറ്റ് ചെയ്ത് കറക്റ്റ് വെച്ചോണ്ടിരിക്കണത്. എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ഒരു 1 hour വെയിറ്റ് ചെയ്യേണ്ടി വരും. വിശപ്പിട്ട് ഹാഫ് ആൻ അവർ നമുക്ക് ചില്ല് ചെയ്യാം അവിടെ അല്ലേ? നൈസ് കാര്യം ചെയ്യാം അല്ലേ? ബ്രോ അല്ലേ, കണക്ഷൻ കിട്ടുള്ളത് അല്ലേ? കൊള്ളാം. അങ്ങനെ ഫോണ് ഉള്ളിരിട്ട് നോക്കിയ
ഒരു സ്റ്റാറുണ്ട് കണ്ടോ. ഇവർ കഴിഞ്ഞ ക്രിസ്മസിനായിട്ട് വെച്ചിട്ട് ഇവന്മാർ ഇത് മാറ്റിയിട്ടില്ല ഇത്ര നാളായിട്ട്. അതൊക്കെ വട്ടവടയുടെ രാത്രി കാഴ്ചകളാണ്. മനസ്സിലായോ? രാത്രി ഇങ്ങനെയൊക്കെയാണ് വട്ടവടയിൽ. എന്താണ് ഹായ്, എങ്ങനെയുണ്ട് വട്ടവട? ഹായ്, അടിപൊളിയായിരുന്നു വട്ടവട. മഴ പെയ്തു, സൂപ്പറായിരുന്നു. എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ നമ്മൾ രാത്രിയിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും മഞ്ഞിന്റെ ഇതും ഭയങ്കര തണുപ്പും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഗ്രില്ല് ചെയ്യുന്ന ഇതിലേക്ക് തന്നെ വളരെ അല്ല നമ്മൾ കടന്ന് നമ്മൾ ഗ്രില്ല് ഫസ്റ്റ് ഗ്രില്ല് നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രിപ്പയർഡ് ആവുന്ന രീതിയിൽ നെക്സ്റ്റ് ഗ്രിൽ സെക്ഷനും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവരും വന്ന് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സന്തോഷം. ഹാപ്പി ഹാപ്പി ഡിയേഴ്സ് അല്ല എല്ലാവരും ഹാപ്പി ഹാപ്പി അല്ല. യെസ്, അങ്ങനെ നമ്മൾ ഗ്രില്ല് വെക്കാനത്തേക്ക് വീണ്ടും ചെല്ലുകയാണ്. ഇവിടുത്തെ കഥ എന്താ? ഇവിടുത്തെ കഥ എന്താണ്? ഇല്ല, കൊച്ചിനൊന്ന് വീണപ്പോ ചെറിയ ടെൻഷനായി പോയി. അവിടെ കൊച്ചു വീണ കേസല്ലേ? കൊച്ചു വീണ് കൊച്ചിന് തല സഹായിച്ചു, കുഴപ്പമൊന്നും പറ്റിയില്ല. ചെറിയ ഇതിലൊക്കെ അവസാനിച്ചു, കുഴപ്പമില്ല, അവസാനിച്ചു അല്ലേ? നൈസായിട്ട് തീ കായനല്ലേ? സ്മോക്ക് ചെയ്യണ അല്ല, വലിയ തണുപ്പൊന്നുമില്ലേ? എനിക്ക് അത്ര തണുപ്പ് തീ പിടിക്കുന്നത്. അപ്പൊ നമ്മള് കുറച്ച് ഓയിലൊക്കെ തേച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിള്ളേരൊക്കെ പവറാണ് കണ്ട. അല്ല ഗ്രില്ലടിച്ചോണ്ടിരിക്കണ അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നു. അല്ല ഇവരാള് പുലിയാണ് അല്ലേ? കൂടത്തുള്ള പാട്ട് വെക്കാം അല്ലേ? കൂടത്തുള്ള പാട്ട് വെക്കാം. നമ്മുടെ സാധനം യെസ് യെസ് യെസ്. എടാ നീ വ്ളോഗ് പറ 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 പറ. അടുത്ത കടവിലേക്ക്, ക്ലോസ് ചെയ്ത് അടുത്ത കടവിലേക്ക്, അടുത്ത കടവിൽ സാധനം എല്ലാം കഴിയുമ്പോൾ തന്നെ ചെയ്യണം അല്ലേ? ഇത് എഡിറ്റ് ചെയ്യാൻ മടിയാവാൻ അതൊരു കാര്യമുണ്ട്. എടി ഇവനൊന്ന് എടുക്കാൻ കിട്ടിയാ കൊള്ളായിരുന്നു. ഇവനെ എനിക്ക് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കേ ശിവ ചേച്ചി പവർ പവർ. ശിവ ചേച്ചി ഹലോ. പിള്ളേരൊക്കെ ഫുൾ പവർ. തണുക്കണല്ലോ അവന്.